Hi guys, welcome to my YouTube channel Dreamcatcher. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലിസണിങ്ങിൻ്റെ പാർട്ട് ബി ആണ്. സോ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ലിസണിങ്ങിൻ്റെ പാർട്ട് എ ഡിസ്കസ് ചെയ്തായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ എന്താണ് ലിസണിങ് പാർട്ട് ബി എന്ന് നമുക്കിന്ന് ഡെപ്തായിട്ട് കാണാം. സോ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഷോർട്ട് വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്. സോ ഈ പാർട്ട് ബിക്കകത്ത് നമുക്ക് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 25 to 30. ഈ 6 ക്വസ്റ്റ്യൻസിനും 3 ഓപ്ഷൻസ് ഉണ്ടാവും. സോ ഈച്ച് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 1 ക്വസ്റ്റ്യൻ ആൻഡ് 3 ഓപ്ഷൻ. സോ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് കാണാം. സോ 25th ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 ഓപ്ഷൻ, 26th ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 ഓപ്ഷൻ. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫ്രം 25 to 30 ആയിരിക്കാം. സോ ഈ ഒരു പാർട്ട് ബിയിൽ നമുക്ക് ഡിഫറെൻറ്റ് സിനാരിയോ കോൺവെർസേഷൻസ് ആവാം. ഫോർ എക്സാമ്പിൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആകാം, ലൈക്ക് ആ മോണോലോഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ നേഴ്സ് ടു നേഴ്സ് ആവാം, ഒരു സിനാരിയോ ടൈപ്പ് ആകാം. ആ നേഴ്സ് ടു ഡോക്ടർ ആവാം, ദാറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 persons. അല്ലെങ്കിൽ എ ഡയലോഗ് ബിറ്റ്വീൻ എ ഡോക്ടർ ടു എ പേഷ്യൻ്റ് റിലേറ്റീവ് ഓർ എ നഴ്സിംഗ് ട്യൂട്ടർ ടു സ്റ്റുഡൻറ്റ്. ഇങ്ങനെയും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. സോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് സിനാരിയോ ഓഡിയോസ് എന്ന്. സോ ഈച്ച് ക്വസ്റ്റ്യന് ബിഫോർ നിങ്ങൾക്കൊരു 30 seconds ഉണ്ടാവും. സോ വാട്ട് യു ഡു ഇസ് ഈ 30 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനും വായിക്കുക, ആ 3 ഓപ്ഷൻസും വായിക്കുക. അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലുക്ക് ഫോർ ദ കീവേഡ് ഇൻ ദി ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ വരുന്ന കീവേഡ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ആൻഡ് ഓരോ ക്വസ്റ്റ്യന് 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓരോ ഓപ്ഷൻ വിൽ ബി ഡിഫൈൻഡ് ആസ് എ, ബി ആൻഡ് സി. സോ ഇവിടെ എങ്ങനെ ആയിരിക്കും, ഒരു എ ഇട്ടൊരു സ്മോൾ സർക്കിൾ അപ്പ് ഓഫ് ദ എ, ബിയും അതുപോലെ സിയും അതുപോലെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ആൻസർ കണ്ടുപിടിച്ച ഉടനെ യു ഹാവ് ടു ഷെയ്ഡ് ഇറ്റ്. സോ യു ഹാവ് ടു ഷെയ്ഡ് ഇറ്റ് വെരി ഫാസ്റ്റ്ലി ഇൻസൈഡ് ദ സർക്കിൾ. ആൻസർ അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം. സോ പതുക്കെ ചെയ്യരുത്, നിങ്ങൾ ഫാസ്റ്റായിട്ട് ഷെയ്ഡ് ചെയ്യണം. ആ ഷെയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ അതിൻ്റെ ഒപ്പം നിങ്ങൾ വായിക്കണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സോ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു പ്രാക്ടീസ് വിത്ത് യൂസിങ് ദ ഷെയ്ഡിങ് മെത്തേഡ്. എങ്ങനെയാണ്, നിങ്ങൾ എക്സാംസിന് പോകുന്ന മുമ്പ് നിങ്ങൾ 1 week ബിഫോർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഇപ്പം നിങ്ങൾ ഓൾറെഡി 25 to 30 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ കേട്ടുകൊണ്ട് ജസ്റ്റ് യു വിൽ റൈറ്റ് ഡൗൺ ദി ആൻസേഴ്സ് ലൈക്ക് എ, ബി, സി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്ന മുമ്പാട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ 25th ക്വസ്റ്റ്യൻ എടുക്കുക, അവിടെ എ, ബി, സി ഓപ്ഷൻ എഴുതി അതിൻ്റെ മുകളിൽ സർക്കിൾ ഇടുക, എന്നിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. സോ ദാറ്റ് വുഡ് ബി ഈസി വെൻ യു മൂവ് ഫോർ യുവർ എക്സാം. ഒരു 1 week ബിഫോർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ സാമ്പിൾ ടെസ്റ്റ് പേപ്പേഴ്സ് എടുക്കുക, അതിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. സോ വെൻ യു ഡു ഷെയ്ഡിങ്, അലോങ് വിത്ത് ദാറ്റ് യു ഹാവ് ടു റീഡ് ദ next question. So it would be very easy if you practice like that when you move for the exam. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്ക് ദ കീവേഡ് ഓർ ദ പോസിബിൾ ആൻസേഴ്സ്. സോ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 25th ക്വസ്റ്റ്യൻ വായിക്കുകയാണ്, റീഡ് വിത്ത് വെരി കോൺഷ്യസ് മൈൻഡ്. ആൻഡ് വെൻ ദ ഓഡിയോ ഈസ് പ്ലേയിങ്, ആ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് 30 സെക്കൻഡ്സിൽ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യനും 3 ഓപ്ഷനും വായിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലെ കീവേഡ് നോക്കി വെക്കുക. ആൻഡ് 3 ഓപ്ഷൻസ് പ്ലേ ആവുന്ന സമയത്ത് നിങ്ങൾ നെവർ റീഡ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. യു ഫോക്കസ് മെയിൻലി ഓൺ ദി 3 ഓപ്ഷൻസ്. വെൻ പ്ലേയിങ് ദി ഓഡിയോ, never read the question, you focus only on the answers so that easily you can identify the answers. സോ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ആൻഡ് ദി അതർ മെത്തേഡ് ഇസ്, നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ് ഉള്ള ഓപ്ഷനെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ബാലൻസ് ദർ വിൽ ബി 2 ഓപ്ഷൻ. ഒത്തിരി പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നതായിരിക്കില്ല നമ്മുടെ ആൻസർ, ഒട്ടുമേൽ പ്രാധാന്യം കൊടുക്കാതെ സംസാരിക്കുന്നതാവാം നമ്മുടെ ആൻസർ. സോ ഹൗ ഇസ്
where you stress, this would be the answer. That will not be the answer. Where you don't stress and the either on option will be left out, right? That would be your answer. So എനിക്കിവിടെ തരാനുള്ള സജഷൻ എന്താണെന്ന് വെച്ചാൽ never read the question while playing the audio. Stay focused on the answers. Once you get, try to shade it fast. ആ ഷെയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ you have to make sure that doesn't goes outside the circle, and you have to read the 26 question at the same time. സോ ഷെയ്ഡിങ് ഓപ്ഷൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ 25th ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ 26th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, 27, 28, 29 ആൻഡ് 30. സോ ഐ സജസ്റ്റ് യു ദാറ്റ് നെവർ സ്കിപ്പ് എനി ഓഫ് ദി ആൻസേഴ്സ്. ഇപ്പോൾ നിങ്ങൾ 25th ക്വസ്റ്റ്യൻ ചെയ്യുക, ഓഡിയോ കഴിഞ്ഞു, നെക്സ്റ്റ് ക്വസ്റ്റ്യന് ടൈമായി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ആൻസർ ഓർ യു ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഔട്ട്, യു ജസ്റ്റ് ലിവ് ഇറ്റ് ഔട്ട്. ഡോണ്ട് ഗെറ്റ് സ്റ്റിക്ക് വിത്ത് ദി 25th ക്വസ്റ്റ്യൻ. വാട്ട് യു ഡു ഇസ് യു മൂവ് വിത്ത് ദ 26th ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, റൈറ്റ്? സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഐ ഹോപ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. സോ ഞാൻ അടുത്ത ഇടാൻ പോകുന്ന വീഡിയോ പാർട്ട് C ആയിരിക്കും, എന്നാലേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന്. സോ താങ്ക് യു.